Idea. Let f be a continuous function defined on a closed interval AB. Suppose closed interval AB is divided into n subintervals of equal length delta x equal to b minus a divided by n by means of n plus 1 equally spaced points a x naught a equal to x naught less than x1 less than x2 etc less than xn equal to b. Let c1 c2 etc cn be arbitrary points in the respective subintervals with the ck lying in the kth subinterval xk minus 1 xk, then the definite integral of f on closed AB is denoted by integral a to b f of x dx and is integral a to b f of x dx equal to limit n tends to infinity k equal to 1 to n f of ck delta xk. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് എന്നുള്ളത് ഒരു ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, എക്കും ബിക്കും ഇടയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള. നമ്മൾ എ ഈക്വൽ ടു എക്സ് നോട്ട് എന്നെടുക്കുക, അതിന്റെ അപ്പുറത്ത് x1 ലെസ് ദാൻ x2 ലെസ് ദാൻ x3 എക്സെട്ര xn മൈനസ് 1 xn ഈക്വൽ ടു b. ഇങ്ങനെ നമ്മള് ഇതൊക്കെ ഈക്വല്ലി സ്പേസ്ഡ് പോയിന്റ്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൂരം ഈ ഓരോ ഇന്റർവലും തമ്മിലുള്ള ദൂരം x1 മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു x2 മൈനസ് x1 ഈക്വൽ ടു x3 മൈനസ് x2 ഈക്വൽ ടു, ഇതൊക്കെ ഈക്വൽ ആണ്. ഇതൊക്കെ ഏതിനോട് ഈക്വൽ ആണ്? ടോട്ടൽ നമ്പർ ലെങ്ത് ഓഫ് ദ ഇന്റർവൽ ഡിവൈഡ് ബൈ എന്നിനോട് ഈക്വൽ ആണ്. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് വരിക? a പ്ലസ് b മൈനസ് a ഡിവൈഡ് ബൈ n ആണ് x1 എന്ന് പറഞ്ഞാൽ വരിക. അടുത്ത എന്താണ് വരിക? a പ്ലസ് 2 ഇൻറ്റു b മൈനസ് ഇതിനോട് വീണ്ടും b മൈനസ് a ബൈ n ആഡ് ചെയ്താൽ 2 ടൈംസ് b മൈനസ് a ബൈ n. ലാസ്റ്റ് എന്തായിരിക്കും? a പ്ലസ് n ടൈംസ് b മൈനസ് a ബൈ n. ദാറ്റ് ഈസ് b. ഇതാണ് xn വരിക. റൈറ്റ്. അപ്പൊ ഇങ്ങനെ നമ്മള് ഇന്റർവെലുകളെ ഡിവൈഡ് ചെയ്താൽ ഇനി ഓരോ ഇന്റർവെലിന്റെയും ലെങ്ത് b മൈനസ് a ബൈ n ആണെന്ന് പറഞ്ഞു. എ ബി എന്നുള്ള ഇന്റർവെലിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇനി c1 c2 എക്സെട്ര c1. ഫസ്റ്റ് ഇന്റർവെലിന് c1 എന്നൊരു പോയിന്റ് എടുത്തു, സെക്കൻഡ് ഇന്റർവെലിന് c2, തേർഡ് ഇന്റർവെലിന് c3, ഫോർത്ത് ഇന്റർവെലിന് c4. അങ്ങനെ cn എന്നുള്ള പോയിന്റ്സ് എടുത്ത് ഓരോ ഇന്റർവെലിൽ നിന്ന്. എന്നിട്ട് നമ്മൾ എഫ് ഓഫ് c1 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എഫ് ഓഫ് ck, റൈറ്റ്? അപ്പൊ എഫ് ഓഫ് ck ഹൈറ്റ് ഉള്ള റെക്ടാങ്കിൾ ഉണ്ടാക്കുക. നമുക്ക് അതേ ഒരു എഫ് ഓഫ് c2 ഹൈറ്റ് ഉള്ള റെക്ടാങ്കിൾ ഉണ്ടാക്കുക. ദിസ് വിൽ ബി ദ സെക്കൻഡ് റെക്ടാങ്കിൾ. ഓരോ ഇന്റർവെല്ലിലും ഈ സിയിൽ നിന്ന് ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ വെച്ചിട്ട് ഹൈറ്റ് വെച്ചിട്ട് റെക്ടാങ്കിൾ ഉണ്ടാക്കുക. അങ്ങനെ റെക്ടാങ്കിൾ ഉണ്ടാക്കിയിട്ട് ആ റെക്ടാങ്കിൾസിന്റെ ഏരിയ സം ചെയ്യുക. That will be the Riemann sum when the number of intervals becomes very large, limit n tends to infinity. As n tends to infinity or the number of partitions becomes very large, n becomes very large, ഇത് വളരെ ചെറിയ സ്ട്രിപ്പുകളായി മാറും. ചെറിയ സ്ട്രിപ്പുകളായി മാറുമ്പോൾ ഇത് തന്നെ ആയിരിക്കും ഈ ഏരിയ, അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ഇന്റഗ്രൽ a to b f of x dxന്റെ വാല്യൂ. അതാണ് നമ്മൾ പറയുന്നത്. The Riemann sum of f of x equal to 4 minus x square on closed interval minus 1 to 3 using 5 sub intervals
and choosing evaluation at the midpoints of subintervals. At the midpoints. അപ്പോ നമുക്ക് ആദ്യം ഇവിടെ n-ന്റെ വാല്യൂ ആണ് 5. n സബ് ഇന്റർവെൽസ് ആണ്. അപ്പൊ n ഈക്വൽ ടു 5 ആണ് ഇവിടെ. n ഈക്വൽ ടു 5 ആയതുകൊണ്ട് ഓരോ സബ് ഇന്റർവെലിന്റെയും ലെങ്ത് ഡെൽറ്റ എക്സ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് b മൈനസ് a ബൈ n എന്നുള്ളത് 4/5 ആയിരിക്കും. അപ്പൊ നമ്മളുടെ എക്സ് നോട്ട് ഈക്വൽ ടു -1 എന്നായിരിക്കും. x1 ഈക്വൽ ടു 1 -1 പ്ലസ് 4/5. x2 ഈക്വൽ ടു എത്ര വരിക? -5 പ്ലസ് -1/5 ആണ്. x2 ഈക്വൽ ടു -1 plus 2 into 4/5, 8/5, that is -3/5. Right? അങ്ങനെ x3 equal to 1 plus 3 into 4/5, 12/5, -1 plus. This -5 plus 12. The -5 plus 8 -3/5 തന്നെയാണ് അല്ലേ? ഇത് -5 plus 12. -5 plus 12 എന്ന് പറഞ്ഞാല് 7/5. Right? x2 equal to -5 plus 8/5, that is plus 3/5. x3 equal to -1 plus 12/5, that is 7/5. x4 equal to -1 plus 16/5, that is 11/5. അടുത്തതിനോട് 4/5 കൂടി ആഡ് ചെയ്ത് എന്താ വരിക? x5 equal to വീണ്ടും ഇതിനോട് 4/5 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ -1 plus 20/5 is 15/5, that is equal to 3. അപ്പോ എവിടെന്നാ തുടങ്ങിയത്? x0 equal to -1, xn equal to എവിടെ എത്തും? നമ്മളുടെ ഇന്റർവെലിന്റെ അവസാനത്തിലെത്തും. അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. കണ്ടോ, നമ്മൾ പറഞ്ഞത് a equal to a യിൽ തുടങ്ങുന്നു, ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആവുമ്പോ എയിൽ നിന്ന് തുടങ്ങുന്നു, ബിയിൽ അവസാനിക്കുന്നു. അതിന്റെ ഇടയിൽ നോക്കുക, a ആയിരിക്കും x0, b ആയിരിക്കും. n equal to 5 ആയതുകൊണ്ട് x5 equal to b ആയിരിക്കും. ഇവിടെ x5 equal to എന്തായിരിക്കും? 3 ആയിരിക്കും. റൈറ്റ്? ഇനി 5 sub-intervals and choosing evaluation at midpoints. Evaluation points ആണ് നമ്മൾ C1, C2. Evaluation points C1, C2, C3, C4, C5 ആണ്. അത് എന്ന് പറഞ്ഞാൽ ഓരോ ഇന്റർവെലിന്റെയും മിഡ് പോയിന്റ് ആണ്. അപ്പൊ നമ്മളുടെ ഇന്റർവെൽ ഒന്ന് നോക്കാം ആദ്യം. നമ്മുടെ ഇന്റർവെൽ -1 to 3 ആണ്. ഇതിനെ ഈക്വൽ ആയിട്ട് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞു ഇവിടെ എന്താ -1/5 ആണ് വന്നത്, 3/5, 7/5, 11/5, 15/5 equal to 3. ഇനി C1 എന്ന് പറഞ്ഞാല് ഈ ഇന്റർവെലിന്റെ മിഡ് പോയിന്റ്, ഈ ഇന്റർവെലിന്റെ മിഡ് പോയിന്റ്, ഈ ഇന്റർവെലിന്റെ മിഡ് പോയിന്റ്, ഈ ഇന്റർവെലിന്റെ മിഡ് പോയിന്റ്, ഈ ഇന്റർവെലിന്റെ മിഡ് പോയിന്റ്. അപ്പൊ C1 equal to -1/5 plus -1 divided by 2. That is എന്താണ് വരിക? -6/5. രണ്ടും ആഡ് ചെയ്താൽ -1ഉം -1/5 ആഡ് ചെയ്താൽ -6/5 ആവും. അതിന്റെ പകുതി എന്താണ് വരിക? -3/5 ആണ് മിഡ് പോയിന്റ് വരിക.
അതുപോലെ ഇത് രണ്ടും ആഡ് ചെയ്ത് എന്താ വരിക -1/5 3/5 ആഡ് ചെയ്ത് 2/5 പകുതി പറഞ്ഞാൽ 1/5 3/5 7/5 ആഡ് ചെയ്താൽ 10/5 10/5 എന്ന് പറഞ്ഞാൽ 2 അതിന്റെ പകുതി 1 ആണ് വരിക അല്ലെ. ഇനി 7/5 11/5 ആഡ് ചെയ്താല് എന്താ പറയാ 18/5 ആണ് വരിക. 18/5 പകുതി പറഞ്ഞാൽ 9/5 ആണ് വരിക. ഇവിടെയോ 3 എന്ന് പറഞ്ഞാല് 15/5 ആണ്, അല്ലെങ്കിൽ 11/5 പ്ലസ് 3 എന്ന് പറഞ്ഞാല് എന്താ 11 പ്ലസ് 15 that is 26/5 13/5 ആയിരിക്കും പോയിന്റ്. അപ്പൊ C1 C2 C3 C4 C5 has been evaluated. Next we have to find f of C1, f of C2, f of C3, etc. What is f of x? F of x equal to 4 minus x square. F of C1 equal to 4 minus C1 the whole square, that is minus 3/5 the whole square. എത്രയാണ് വരിക? That is 4 minus 9/25. That is 4 100 9 പോയാല് 91/25. Right? F of C2 എന്ന് പറഞ്ഞാല് 4 minus 1/5 whole square. That is 25 4 25 100 minus 1 99/25. F of C3 എന്ന് പറഞ്ഞാല് 4 minus 1 square, that is 3. F of C4 എന്ന് പറഞ്ഞാല് 4 minus 9/5 the whole square, that is 4 25 100 minus 981 divided by 25, that is 90, like 90/25. F of C5 equal to 4 minus 13/5 the whole square, that is 4 25 100 minus 13 square എന്ന് പറഞ്ഞാല് 169 divided by 25, that is equal to minus 69 divided by 25. Now what is Riemann sum? Riemann sum equal to sigma k equal to 1 to n of ck delta x. That is sigma delta x equal to 4/5. 4/5 into sigma k equal to 1 to 5 f of ck equal to 4/5 into f of C1 plus f of C2 plus f of C3 plus f of C4 plus f of C5. What is that? That is equal to 4/5 into what is f of C1? ഓരോന്ന് ആഡ് ചെയ്യുക. അത് 91/25 plus 91/25 plus 99/25 plus മൂന്നാമത് 4 minus 1 3 ആണെന്നു 3 plus 19/25 minus 69/25 143/25 പ്ലസ് 3 ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ലാസ്റ്റ് ആൻസർ ആയിട്ട് വരിക 6 ഡെസിമൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ വരിക 6.88.
എനിക്ക് തന്നെ കാൽക്കുലേറ്ററിൽ ഈ ഓരോന്നും കാൽക്കുലേറ്ററിൽ ഡെസിമൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, എന്നാലും മതി. ഓക്കെ, it is the Riemann sum corresponding to this function. Now we are trying to evaluate this integral. Now what will be the integral? Evaluate integral എന്താണ് -1 to 3 4 minus x square dx. Riemann sum നമ്മൾ 5-നാണ് കണ്ടത്. Riemann sum n-നെ എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ -1 മുതൽ 3 വരെയുള്ള ഇന്റർവെലിനെ n സബ് ഇന്റർവെൽസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. n സബ് ഇന്റർവെൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാന് n സബ് ഇന്റർവെൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അടുത്ത് എന്താ പറയാ -1 പ്ലസ് എന്താണ് അപ്പർ ലിമിറ്റ് ഡെൽറ്റ എക്സ് എന്താണ് വരിക 3 മൈനസ് 1/n 4/n ആണ് വരിക. അപ്പൊ -1 പ്ലസ് 4/n ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. -1 പ്ലസ് 4/n -1 പ്ലസ് 8/n -1 പ്ലസ് 12/n അങ്ങനെ പോകും. ഇവിടെ -1 പ്ലസ് 10-1 into 4/n. ഇവിടെ -1 പ്ലസ് n into 4/n. -1 പ്ലസ് n times 4/n. ക്യാൻസൽ ആയിട്ട് എന്താ ഉണ്ടാവുക? 3 തന്നെ ഉണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മളുടെ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും x1, ഇതാണ് x2, ഇതാണ് x3, ഇതാണ് xn-1, ഇതാണ് xn, ഇതാണ് x0. ഇനി നമ്മൾ ഒരു സാധനം കൂടി ഡിഫൈൻ ചെയ്യേണ്ടത് C1 C2 എക്സെട്ര Cn. C1 എന്ന് പറഞ്ഞാല് ഈ ഇന്റർവെല്ലിലുള്ള ആരാവാനും പറ്റും. നമുക്ക് C1 ആയിട്ട് ഒരു പൊതു മാനദണ്ഡത്തിൽ എടുത്ത എളുപ്പത്തിൽ, കാരണം n ഇന്റർവെൽസ് എടുക്കാണ്ട് ഒന്നുകിൽ ലെഫ്റ്റ് എൻഡ് പോയിന്റ് എടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് എൻഡ് പോയിന്റ് എടുക്കുക, അല്ലെങ്കിൽ മിഡ് പോയിന്റ് എടുക്കുക, ഇഷ്ടമുള്ള വാല്യൂ എടുക്കുക. അപ്പൊ എടുക്കാൻ എളുപ്പം ഏതാണെന്ന് വെച്ചാൽ ഒന്നുകിൽ ലെഫ്റ്റ് എടുക്കുക അല്ലെങ്കിൽ റൈറ്റ് എടുക്കുക, രണ്ടും ഒരുപോലെയാണ്. അപ്പൊ we put C1 as the right end point of the first interval, or we let C as the right end point of each interval. അപ്പൊ C1 ഇതായിരിക്കും, C2 ഇതായിരിക്കും, C3 ഇതായിരിക്കും, Cn ഇതായിരിക്കും. Now what will be Riemann sum? What will be Riemann sum? Riemann sum equal to sigma k equal to 1 to n f of ck delta x. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ഡെൽറ്റ എക്സ് കെ വേണ്ട, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് ഡെൽറ്റ എക്സ് 4/n ആണ് നമുക്കറിയാം. ഇനി എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലെ ഫസ്റ്റ് ഇന്റർവൽ എന്താണ്, ഫസ്റ്റ് എൻ പോയിന്റ് C1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 4/n, C2 പറഞ്ഞാൽ -1 പ്ലസ് 2 into 4/n, C3 പറഞ്ഞാൽ -1 പ്ലസ് 3 into 4/n. വാട്ട് വിൽ ബി സി കെ? സി കെ എന്തായിരിക്കും? -1 plus k into 4/n or -1 plus 4k/n ആയിരിക്കും. ആണോ? -1 plus 1 into 4/n, -1 plus 2 into 4/n, -1 plus 3 into 4/n. ck equal to -1 plus k into 4/n. ഇത് കണ്ടാൽ ഇത് ഈ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഒന്നുകൂടി എളുപ്പം കിട്ടും, അതിനാണ് അങ്ങനെ ചെയ്തത്. സോ ദിസ് ഈക്വൽ ടു സിഗ്മ k equal to 1 to n f of ck എന്താണ്? 4 minus ck square, കാരണം x 4 minus x square f of x, delta x equal to 4/n. Okay, 4/n can be taken outside
and sigma k equal to 1 to n 4 minus 1 plus 4k by n. 4k by n the whole square. ck square, sorry. ck എന്താണ്? ck എന്താണ്? -1 ck square. അങ്ങനെയാണ്. നമുക്ക് this equal to 4 by n into sigma k equal to 1 to n. ഇവിടെ ബ്രാക്കറ്റ് ആവശ്യമില്ല. 4 minus first term square plus 2 into first term into second term 8k by n plus second term square. Is equal to 4 by n into sigma k equal to 1 to n. 4 minus 1 3. Then minus 8k by n plus 8k by n minus 16k square by n square is equal to 4 by n into sigma k equal to 1 to n. 3 can be 1 എങ്കിൽ പുറത്തെടുക്കാം അല്ലേ? രണ്ടാമത്തെ നമുക്ക് പുറത്തെടുക്കാം 8 പുറത്തെടുക്കാം ബൈ എന്നും പുറത്തെടുക്കാം. കാരണം സിഗ്മ വേരീസ് ഫ്രം കേക്ക് മാത്രമേ ഉള്ളൂ. minus 16 by n square into sigma k equal to 1 to n k square. ഇതൊക്കെ നമുക്ക് അറിയുന്ന സാധനങ്ങളാണല്ലോ. is equal to 4 by n into 3 into sigma k equal to 1 to n 1 എന്താ വരിക 1 plus 1 plus 1 plus etc n times. അപ്പൊ ഇത് എത്രയാണ് വരിക n ആണ് വരിക plus 8 by n into what will be sigma k equal to 1 to n k n into n plus 1 divided by 2. അടുത്തത് minus 16 by n square into sigma k equal to 1 to n k square എന്താ വരിക n into n plus 1 into 2n plus 1 whole divided by 6. അപ്പൊ ഇതാണ് നമുക്ക് റീമാൻ സം ആയിട്ട്. ഇതിനൊന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എന്താ വെച്ചാൽ ഈ ഓരോന്നും എന്നെ പരമാവധി എന്നിന്റെ പരമാവധി ടേം പുറത്തെടുക്കുക, പുറത്ത് എന്നോട് ക്യാൻസൽ ചെയ്യാവുന്ന ക്യാൻസൽ ചെയ്യാം. ഈ 1/n അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നെ അവിടുന്ന് പുറത്തെടുക്കാവുന്ന പുറത്തെടുക്കുക. അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടിയും ഞാൻ അകത്തുനിന്നല്ല എന്നെ പുറത്തെടുക്കാൻ ഒരു സ്റ്റെപ്പ് ചെയ്യാണ്. 4 by n into ഇത് 3n ഉണ്ട്, ഇതിലൊന്നും ചെയ്യല്ല. 8 by n into n into 1 n into n into 1 plus 1 by n divided by 2 minus 16 by 6n square into ആ 6 ഇങ്ങോട്ട് എടുത്തോ n into 1 plus 1 by n into 2 plus 1 by n. This step is very important. കാരണം എല്ലാ 1/n ആക്കണം എന്തിനാണ് നമുക്കറിയാം. ഒന്ന് n ക്യാൻസൽ ചെയ്ത് കളയാനേ, രണ്ടാമത് നമുക്ക് 1/n ഉണ്ടെങ്കിലേ ലിമിറ്റ് ഡെൻസിറ്റി ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ അടിയത്തെ ഈ എന്നിനെ മാത്രം അകത്തേക്ക് എടുക്കുക, എന്നുകളെ മാത്രം അകത്തേക്ക് എടുക്കുക. അപ്പൊ ഈ എന്നിനെ മാത്രം അകത്തേക്ക് എടുത്താൽ ദിസ് ഈക്വൽ ടു 4 into ഈ എന്നും എന്നും ക്യാൻസൽ ആയി 3 ഉള്ളാത്ത ടേമിൽ ഉണ്ടാവുക. ഇനി ഇവിടെ എന്ന് പറഞ്ഞാല് ഈ എന്നും ഈ എന്നും ക്യാൻസൽ ആവും, ഈ എന്നും പുറത്തത്തെ എന്നും ഈ എന്നും ക്യാൻസൽ ആവും. അപ്പൊ ബാക്കി എന്തുണ്ടാവുക പ്ലസ് 8/2 അല്ലെ 4 into 1 plus 1/n ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ 8/3 into 8/3 into ഈ n സ്ക്വയറും പിന്നെ ഒരു n ഉണ്ടാവും, പുറത്ത് തന്നെ ക്യാൻസൽ ആവും. പിന്നെ 1 plus 1/n into 2 plus 1/n ആണ്. This will be the Riemann sum. And
we have to evaluate integral -1 to 3 4 minus x square dx equal to limit n tends to infinity sigma k equal to 1 to n f of ck delta x. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് എന്ന് പറഞ്ഞാല് ഇതിന് ലിമിറ്റ് n tends to infinity അപ്ലൈ ചെയ്താല് മുകളിലുള്ള ഈ സം തന്നെയാണ് നമുക്ക് ആവശ്യമില്ലേ, അതിൽ ലിമിറ്റ് n tends to infinity അപ്ലൈ ചെയ്താല് ആദ്യത്തെ ടേം 3 ആവും പ്ലസ് രണ്ടാമത്തെ 4 into 1 plus 1 4 മാത്രമാവും. മൂന്നാമത്തത് -8/3 into 1 into 2 now, right? That is 4 into 7 minus 16/3. 21 minus 16 എന്ന് പറഞ്ഞാൽ 4 into 5/3, that is 20/3 is the answer. Okay. The question is show that integral a to b x dx equal to half into b square minus a square. ഇത് പ്രൂവ് ചെയ്യാണ് നമ്മൾ ഇന്റഗ്രൽ a to b x dx ഇവിടെ f of x equal to x, right? X belongs to closed ab. ഇതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ a b. നേരത്തെ പോലെ ക്ലോസ്ഡ് ഇന്റർവൽ a b നെ നമ്മള് n ഇന്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, n ഈക്വൽ ഇന്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ x1 x2 എക്സെട്ര xn -1 എന്നുള്ള പോയിന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നു. എന്താണത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോ ഡെൽറ്റ എക്സ് എന്താണെന്ന് മാത്രം നമ്മളിവിടെ പറയുന്നു. ഡെൽറ്റ എക്സ് ഈക്വൽ ടു b minus a divided by n. Now ഈ x1 എന്തായിരിക്കും? അപ്പോ a plus b minus a by n. x2 എന്തായിരിക്കും? a plus 2 times b by n, അല്ലേ? x1 equal to a plus length of this interval എന്താണ്? ഡെൽറ്റ എക്സ് ആണ്. a plus delta x is a plus b minus a by n. അങ്ങനെ തന്നെ എഴുതാം. x2 equal to എന്തായിരിക്കും? a plus 2 times b minus a by n. x3 എന്തായിരിക്കും? x3 എന്തായിരിക്കും? plus 3 times b minus a by n. അങ്ങനെ ലാസ്റ്റ് ടേം xn equal to a plus n times b minus a by n എന്നായിരിക്കും? Right? And the answer is a plus b minus a. Now what will be the kth term xk? a plus x2 എന്താണ്? a plus 2b minus a by n. x3 എന്താണ്? a plus 3 into b minus a by n. xn എന്താണ്? a plus n times b minus a by n. അപ്പൊ ഈ കോഎഫിഷ്യന്റ് ആണ് മാറുന്നത് a plus k times b minus a by n. ഓരോ ഇന്റർവെല്ലിൽ നിന്നും നമുക്ക് ഇനി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് C1 C2 C3 എക്സെട്ര Cn ആണ്. നമ്മൾ നേരത്തെ പോലെ ചൂസ് Cn equal to xn, ചൂസ് Ck equal to xk, for k equal to 1 to n. ഓരോ ഇന്റർവെല്ലിലും Ck xk ആയിട്ട് എടുക്കുക. ഇങ്ങനെയാണെങ്കിൽ what will be f of ck? f of ck equal to ck എന്ന് പറഞ്ഞാൽ f of xk തന്നെ ആയിരിക്കും. f of xk തന്നെ ആയിരിക്കും. f of ck equal to f of xk ആയിരിക്കും. f of x equal to എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ എന്താണ് ഇവിടെ? ഇന്റഗ്രന്റ് എന്താണ്? x തന്നെയാണ്. f of x equal to x ആണ്. അപ്പൊ f of x ck എന്തായിരിക്കും? ck ആയിരിക്കും. അപ്പൊ f of xk എന്തായിരിക്കും? f of xk എന്തായിരിക്കും? xk തന്നെ ആയിരിക്കും. എന്താണ് xk? എന്താണ് xk? a plus k into b minus
a divided by n. So this choice or this calculation has this choice of ഈ സെലക്ഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം ഈ ടേം നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ എലമെന്റിനും കൂടെ ജനറൽ ആയിട്ടാണ്. അപ്പൊ ഒറ്റ ഒന്ന് സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എഫ് ഓഫ് സി കെ ഈക്വൽ ടു എ പ്ലസ് k times b minus a by n. Now, what is integral a to b f of x dx? Let's see the limit n tends to infinity. Sigma k equal to 1 to n f of c k delta x. Step remains some separate. This equal to limit n tends to infinity. Sigma k equal to 1 to n f of c k. We have got delta x k and delta x interval length same a plus a times b minus a by n. This is f of c k delta x is b minus a divided by n. Now b minus a by n can be taken outside of sigma but not outside of limit. So limit n tends to infinity. B minus a divided by n into sigma k equal to 1 to infinity. ആ സിഗ്മയും ഓരോന്നിന് കൊടുക്കുക. എന്താണെന്ന് വെച്ചാല് ആദ്യം എ എന്നുള്ള ടേം സിഗ്മ കെ ഈക്വൽ ടു 1 to n എ ആണ് ആദ്യത്തെ ടേം. അപ്പൊ ഇതിന് എ ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 to n 1 എഴുതാം. രണ്ടാമത്തത് സിഗ്മ അകത്തേക്ക് പോകുമ്പോ കെന്റെ ടേമിനെ മാത്രം നിർത്തിയാൽ മതി. ബി മൈനസ് എ ബൈ എന്നിനെ മാറ്റി നിർത്തിയിട്ട് സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ എന്ന് കൊടുക്കാം. This equal to limit n tends to infinity. B minus a by n into a into sigma k equal to 1 to n 1 എന്താണ് 1 plus extra n times n ആണ് വരിക plus b minus a by n into n plus 1 by 2. അപ്പോൾ ഈ ലിമിറ്റ് n tends to infinity ഇതിനൊക്കെ ഉള്ളതാണ് കേട്ടോ. ലിമിറ്റ് n tends to infinity ഇതിന് മുഴുവൻ ഉള്ളതാണ്. ഇനി എന്താണ് ചെയ്യുക, നമ്മൾ ഈ പുറത്തുള്ള എന്നിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈ ടേമിൽ ക്യാൻസൽ ചെയ്യാവുന്നൊക്കെ ക്യാൻസൽ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity. b മൈനസ് a മാത്രം പുറത്ത് നിൽക്കും, അകത്ത് ഈ n ഇതിനായിട്ട് ക്യാൻസൽ ആവുമല്ലോ, a പ്ലസ് ഇവിടെ b മൈനസ് a ബൈ എന്നും ഈ എന്നും ക്യാൻസൽ ആവും. പിന്നെ എന്തിനായിട്ട് ക്യാൻസൽ ചെയ്യും, ഇവിടെ ആരാണ് 1 plus 1 by n ആണ്, by 2 അവിടെ ഉണ്ടാവും, ഈ by 2 ഇവിടെ ഉണ്ടാവും. ഇനി n tends to infinity ആവുമ്പോൾ എന്ത് കിട്ടും, is equal to limit n tends to infinity minus a into a plus b minus a into 1 by 2 ഉണ്ടാവും. ലിമിറ്റ് n tends to infinity അപ്ലൈ ചെയ്യുമ്പോൾ ആ 1 by n എന്തായി മാറും, 0 ആയി മാറും. പിന്നെ ലിമിറ്റിന്റെ ആവശ്യം നമുക്കില്ല, ലിമിറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. സോ ദിസ് ഈക്വൽ ടു b minus a into 2a plus b minus a, 2a plus b minus a divided by 2. That is, what is that, b minus a into the b plus a by 2 is b square minus a square by 2, or that is equal to half into b square minus a square. This is the value of the integral. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ a to b x dx equal to half into b square minus
x square. Divide closed interval 5 into n subintervals of equal length. Let ck be any point in xk minus 1 xk is the question, right? Limit n tends to infinity, sigma k equal to 1 to n, root of 1 plus ck square delta x as a definite integral. ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഇതിലെന്താ ഡെൽറ്റ എക്സ് എന്നല്ലേ നമുക്ക് സംശയം. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാല് 2,5 എന്നുള്ള ഇന്റർവെലിനെ n ഈക്വൽ ഇന്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത ഓരോ ഇന്റർവെലിന്റെ ലെങ്ത് എന്താ വരിക? 3/n. റൈറ്റ്. അപ്പോ ഈ ഇതുപോലത്തെ ഒരു ലിമിറ്റ് നമുക്ക് പരിചയമുള്ള ലിമിറ്റ് പറഞ്ഞാൽ ലിമിറ്റ് n tends to infinity sigma k equal to 1 to n f of ck delta xk x എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of x dx ആണ്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ലിമിറ്റ് n tends to infinity sigma k equal to 1 to n അവിടെയൊക്കെ ഓക്കെയാണ്. What is f of ck? plus ck square. ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഹിന്റ്. Now what is f of x? Root of 1 plus x square. ck is replaced by x. Now what is closed interval a? Now this equal to sigma k equal to 1 to n root of 1 plus ck square delta x limit n tends to infinity. This equal to integral. What is the limit of integral? ഏത് ഇന്റർവെലിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കണേ? ഏത് ഇന്റർവെലിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? അതാണ് ഇന്റഗ്രലിന്റെ ലിമിറ്റ് ആയിട്ട് വരിക. ഏത് ഇന്റർവെലിനെ ലിമിറ്റ് ഡിവൈഡ് ചെയ്തിരിക്കണേ? ക്ലോസ്ഡ് ഇന്റർവെൽ 2-5. അപ്പൊ 2 to 5 a to b. Now f of x dx. What is f of x? Root of 1 plus x square dx. അപ്പൊ ഇതിൽ നിന്ന് നേരിട്ട് എഴുതാൻ പറ്റുമോ നോക്കിയേ. ലിമിറ്റ് n tends to infinity sigma k equal to 1 to n ഇന്റഗ്രൽ. ഇന്റഗ്രലിന്റെ ലിമിറ്റ് എന്താണ്? ഏത് ഇന്റർവെലിനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. റൂട്ട് ഓഫ് 1 plus ck സ്ക്വയറിൽ ck വരെ x കൊടുക്കുക, x വരെ dx കൊടുക്കുക. Now we can rewrite the limit of sum as a definite integral. ഇത് വെച്ചിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ evaluate integral -1 to 2 x square dx. രണ്ടാമത്തെ ചോദ്യം express limit of sum as an integral. ലിമിറ്റ് ഓഫ് സമ്മിനെ ഇന്റഗ്രൽ ആയിട്ട് എഴുതാനുള്ള ചോദ്യമാണ്.
അതിലെ രണ്ട് ചോദ്യം എഴുതാം. ലിമിറ്റ് n tends to infinity sigma k equal to 1 to n 4 ck minus 3 delta x over closed interval minus 3 minus 1. ഇതാണ് ഈ ഇന്റർവെല്ലിനാണ് പാർട്ടീഷൻ ചെയ്തത് അർത്ഥത്തിലാണ്. രണ്ടാമത്തത് limit n tends to infinity sigma k equal to 1 to n 2 ck divided by ck square plus 1 delta x over closed interval 1 2. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. രണ്ട് ചോദ്യങ്ങളൂടെയും ടെക്സ്റ്റിലുണ്ട്, അതുകൂടിയാണ് തരാം. സി ലിമിറ്റ് n tends to infinity sigma k equal to 1 to n ck into cos ck delta x over closed interval 0 pi by 2. And the last question is limit n tends to infinity sigma k equal to 1 to n 2 ck into 1 minus ck square delta x over closed interval 0 pi. Right.